ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, ചിക്കൻ ഷവായാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ ഷവായ നമ്മൾ വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം, അതും കുക്കറിൽ കേട്ടോ, സാധാ പ്രഷർ കുക്കറിൽ എങ്ങനെ ചിക്കൻ ഷവായ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മളിന്ന് 2 കോഴിയാണ് എടുത്തിട്ടുള്ളത്. അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. കട്ട് ചെയ്തിട്ടൊന്നുമില്ല, കട്ട് ചെയ്യാൻ തന്നെ ഷോപ്പിൽ നിന്ന് വാങ്ങാൻ കിട്ടും. അപ്പോൾ 2 എണ്ണം വാങ്ങിയിട്ടുണ്ട്. അത് എന്നിട്ട് കഴുകി നല്ലപോലെ വൃത്തിയാക്കുക. പിന്നെ അത് നമ്മൾ എടുത്തിട്ടുള്ളത് ചുവന്നുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, ക്യാപ്സിക്കം, പെരുംജീരകം, പിന്നെ ഇഞ്ചി, ചെറുനാരങ്ങ, മല്ലിയില, പിന്നെ വിനാഗിർ, പിന്നെ മാഗി ക്യൂബ്സ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കൂടി ഇതാണ് നമ്മൾ ഷവായൻ്റെ മസാലക്കുള്ള സാധനങ്ങൾ കേട്ടോ. അപ്പോൾ അതാ നമ്മളിതെല്ലാം കൂടി നമ്മൾ മിക്സിയിലാണ് അടിക്കുന്നത്, എല്ലാം കൂടി മിക്സിയിലാണ് കേട്ടോ അടിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ആവശ്യത്തിന് നിങ്ങൾക്ക് ആവശ്യത്തിനൊക്കെ എടുക്കട്ടോ. പിന്നെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഒരേ രീതിയിലേക്കാണ് നമ്മൾ എടുക്കേണ്ടത്. പിന്നെ അതേപോലെ തന്നെ പച്ചമുളകൊക്കെ നിങ്ങൾ എരിവിന് ആവശ്യമായിട്ടുള്ളതായിട്ട് എടുക്കേണ്ടത്. പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. പിന്നെ ഒരു ചെറുനാരങ്ങാണ് എടുക്കുന്നത്. പിന്നെ 2 പാക്ക് ക്യൂബ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു പാക്കിൽ 2 എണ്ണം ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ 2 പാക്കാണ് എടുത്തിട്ടുള്ളത്. 2 ചിക്കന് 2 പാക്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതാ വലിയ ജീരകം, ചെറിയ ജീരകം വേണ്ട, വലിയ ജീരകമാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ഫുള്ളായിട്ടുണ്ട്. അപ്പം പകുതിയായിട്ടാണ് നമ്മൾ അടിക്കുന്നത്. ഇതിലേക്ക് നമ്മളിതാ 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് നമുക്ക് കളറിന് ആവശ്യമായത് കളറും ചേർക്കാം കേട്ടോ. പിന്നെ ഇതാ 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പും ഇട്ടിട്ടുണ്ട്. അതാ ചുവപ്പ് കളറാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ അതും കൂടി മിക്സ് ചെയ്യുക. എന്നിട്ട് നല്ലപോലെ സുർക്കയും കൂടി ഒഴിക്കുക, സുർക്കയും ഒഴിക്കുക. പിന്നെ അതിലേക്ക് ചെറുനാരങ്ങ നീര് ഒഴിക്കുക. പിന്നെ സൺഫ്ലവർ കുറച്ച് മിക്സ് ആവുന്നതിനനുസരിച്ചിട്ടുള്ള സൺഫ്ലവർ ഒഴിക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക കേട്ടോ. ഇതാണ് നമ്മൾ ഷവായക്കുള്ള മസാല കേട്ടോ. അപ്പോൾ ഇതാ നല്ലപോലെ നല്ല നൈസായിട്ട് തന്നെ അരിയാണ് കേട്ടോ, അങ്ങനൊന്നും ഉണ്ടാവരുത്. അപ്പോൾ നല്ലപോലെ അതാക്കുക. എന്നിട്ട് നമ്മൾ ചിക്കന് കഴുകി വെച്ച് വൃത്തിയാക്കിയ ചിക്കൻ ഉണ്ടല്ലോ, അത് ഫോർക്ക് എല്ലാ ഭാഗത്തും ഇങ്ങനെ ഫോർക്ക് ഒന്ന് കുത്തട്ടോ. അപ്പോൾ ഉള്ളിലേക്കൊക്കെ മസാല പിടിക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എല്ലാ ഭാഗത്തും നല്ലോണം ചിക്കൻ ഇതാക്കട്ടോ. എന്നിട്ട് നമ്മളിത് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ മസാല നല്ല പോലെ ഇത് പുരട്ടോ ചെയ്യുന്നത്. നല്ല എല്ലാ ഭാഗവും നല്ലോണം പുരട്ടണം, നല്ലപോലെ പുരട്ടണേ. അപ്പോൾ അതാ നിങ്ങൾ എന്തായാലും ഇങ്ങനൊന്ന് ചെയ്ത് നോക്കാം. വീട്ടിൽ നിങ്ങൾ ഹോട്ടലിൽ നിന്നും റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെയാണല്ലോ നിങ്ങൾ ഷവായ കഴിച്ചിട്ടുണ്ടാകുക. അപ്പോൾ അതേ ടേസ്റ്റിൽ തന്നെയാണ് നമ്മളിതാ വീട്ടിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൽ കുറച്ചൊരു ചുവപ്പ് കുറവാത്തൊന്ന് ഞാൻ കുറച്ചൊരു കളറായിട്ടിട്ടുള്ളൂ കേട്ടോ. വെറുതെ നമ്മൾ ശരീരം കേടാക്കേണ്ട ആവശ്യമില്ലല്ലോ, ഹോട്ടലിൽ നിന്ന് ഏതായാലും നമ്മൾ ശരീരം കേടാവുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് അടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളിതാ 2ഉം അങ്ങനെ ആക്കിയിട്ടുണ്ട്. എന്നിട്ട് നമ്മളിതാ ഒരു 4 മണിക്കൂറെങ്കിലും, ഒരു 3-4 മണിക്കൂറെങ്കിലും നമ്മൾ ഫ്രിഡ്ജിൽ അത് മാറ്റി വെക്കണം. അപ്പോൾ അതിന് ശേഷം നമ്മളിതാ എടുത്ത് കുക്കറിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. കുക്കറിൽ ഒരു വലിയ കുക്കറാണെങ്കിൽ 10 ലിറ്ററിൻ്റെ കുക്കറിനൊക്കെ ആണെങ്കിൽ 2 എണ്ണം ഒരുമിച്ചിടുക. അപ്പോൾ നമ്മളടുത്ത് വലിയ കുക്കറില്ല, സാധാരണ ചെറിയ 5 ലിറ്ററിൻ്റെ കുക്കറേ ഉള്ളൂ. അപ്പോൾ ഓരോന്നോരോന്നാണ് ആക്കേണ്ടത്. കുറച്ച് വെള്ളം ഒഴിക്കുക, വെള്ളത്തിൽ കുറച്ച് സൺഫ്ലവർ ഒഴിച്ചിട്ട് മൂടി വെക്കാം കേട്ടോ. മൂടി വെച്ചിട്ട് ഒരു 4 വിസിൽ വരുന്നവരെ, 4 വിസിൽ വേണം കേട്ടോ. 4 വിസിൽ വരുന്നവരെയാണ് നമ്മൾ ഇതിലേക്ക് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ തുറന്ന് നോക്കിയിട്ടുണ്ട്. തുറന്ന് നോക്കുമ്പോൾ എന്താ സംഭവിച്ചാൽ ചെറുങ്ങനൊരു പൊട്ട് വന്നിട്ടുണ്ട്, ചെറുതായിട്ട് 2 പൊട്ട് വീണിട്ടുണ്ട്. അത് കുഴപ്പമില്ല. അപ്പോൾ ഇങ്ങനെ ഈ ഒരു പരുവത്തിലാവുമ്പോൾ 4 വിസിലൊക്കെ വന്നിട്ട് നല്ലപോലെ വിസിൽ പ്രഷറൊക്കെ പോയതിന് ശേഷം നമ്മളത് എടുത്ത് മാറ്റണേ. നമ്മൾ എടുത്ത് മാറ്റിയിട്ട് ആ വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ അടുത്ത ചിക്കനും ഇടുന്നത്. വലിയ കുക്കറാണെങ്കിൽ 2 ഒരുമിച്ച് ഇടുന്നതിന് കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അടുത്ത ചിക്കനും നമ്മളിതാ കുക്കറിലായിട്ട് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ബാക്കി വന്ന മസാല ഉണ്ടല്ലോ, ബാക്കി വന്ന മസാല അതിലേക്ക് ഒഴിക്കുക. പിന്നെ നമ്മൾ തേച്ച് വെച്ച കുറച്ച് മസാല ബാക്കി ഉണ്ടായിരുന്നു, അതും അതിലേക്ക് ഒന്ന് ഒക്കെ പുരട്ടി ആ വെള്ളത്തിലേക്കൊക്കെ കുറച്ച് ഇടുക കേട്ടോ. നല്ല മസാല പിടിക്കേണ്ടിയിട്ടാണ് ഇങ്ങനെ. ഫസ്റ്റത്തേലും അങ്ങനെ ചെയ്യേണ്ടിയായിരുന്നു, മറന്നുപോയി, വീഡിയോയിൽ കൊള്ളിക്കാൻ മറന്നു പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ മസാല ഒക്കെ ആക്കിയതിന് ശേഷം അതും മൂടി വെക്കാം. മൂടി വെച്ചതിന് ശേഷം 4 വിസിൽ, 3-4 വിസിൽ വെച്ചതിന് ശേഷം പ്രഷർ വന്നതിന് ശേഷം അത് ഇതാക്കട്ടോ. എന്നിട്ട് ഇതാ നമ്മളത് 2ഉം ആക്കിയതിന് ശേഷം നമ്മളൊരു പാൻ എടുത്തിട്ടുണ്ട്. പാനിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണയിൽ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ബ്രഷ് ഇതാക്കി എടുക്കട്ടെ, ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാക്കി എടുത്താൽ നമ്മൾ കൂടുതലായിട്ടൊന്നും ആക്കി എടുക്കണ്ട. ഇതിൻ്റെ മുകളിലായിട്ട് നമ്മളിതാ ബാക്കി ഒന്ന് തേച്ച മസാല ഉണ്ടല്ലോ, ആ മസാലയും ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് തേക്കുക. എന്നിട്ട് ആ എണ്ണയില്ലേ, ആ എണ്ണയിലും കുറച്ച് ബാക്കി വന്ന മസാല ഉണ്ട്, ആ മസാല എണ്ണയിലും കുറച്ച് ഇതാക്കിയതിന് ശേഷമാണ് നമുക്ക് മസാല ഉണ്ടാവുള്ളൂ കേട്ടോ.
അപ്പോൾ ഇതാ നമ്മൾ മസാല ഷവായ റെഡി ആയിട്ടുണ്ട്. രണ്ടും അതേപോലെ തന്നെ ആക്കി വെച്ചാൽ മതി കേട്ടോ. പിന്നെ ബട്ടർ ആണെങ്കിൽ ബട്ടറും ചേർക്കാം, നിങ്ങൾക്ക് എണ്ണക്ക് പകരം ബട്ടർ ആണെങ്കിൽ അങ്ങനെയും ചേർക്കാം. ഞാനിപ്പോൾ സാധാരണ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മൾ മസാല ഷവായ അടിപൊളിത ഷവായ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്ക് ടേക്ക് കെയർ.